വെൽക്കം ടു ലേണിനോ. അപ്പോൾ ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ കെമിസ്ട്രിയുടെ ലാസ്റ്റ് പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദി ഫോളോയിങ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ആന്റിഡിപ്രസന്റ് ഡ്രഗ്? ഓപ്ഷൻ എ സാൾവാർസൻ, ഓപ്ഷൻ ബി ഓഫ്ലോക്സാക്സിൻ, ഓപ്ഷൻ സി എറിത്രോമൈസിൻ, ഓപ്ഷൻ ഡി സെറോട്ടോണിൻ, ഓപ്ഷൻ ഇ ക്ലോറോക്സൈലിനോൾ. അപ്പൊ ഇവിടെ ആന്റി ഡിപ്രസന്റ് ഡ്രഗ് ഏതാണെന്നാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ആന്റി ഡിപ്രസന്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളത് ഡിപ്രസീവ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസോർഡേഴ്സ്, ക്രോണിക് പെയിൻ, അഡിക്ഷൻ ഇതിനെയൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ മെയിൻലി ആന്റി ഡിപ്രസന്റ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആന്റി ഡിപ്രസന്റ് ഡ്രഗ് ആയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്? സെറോട്ടോണിൻ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇത് നമ്മൾ ട്രാൻക്യുലൈസർ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി സെറോട്ടോണിൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ സാൾവാർസൻ. ഓക്കെ, ഇതൊരു ആന്റിബയോട്ടിക് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് സാൾവാർസൻ എന്ന് പറയുന്നത്. ഓൾസോ ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ആന്റിബയോട്ടിക് ഡെവലപ്ഡ്. ഇനി നെക്സ്റ്റ് ഓഫ്ലോക്സാക്സിൻ നോക്കുകയാണെങ്കിൽ ഇതൊരു ആന്റി മൈക്രോബിയൽ ആയിട്ടുള്ള ഡ്രഗ് ആണ്. ഇത് നമ്മൾ ബാക്ടീരിയൽ ഇൻഫെക്ഷന്റെ ട്രീറ്റ്മെന്റിനായിട്ട് ആണ് മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത്. ഇനി എറിത്രോമൈസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതും എന്താണ്? ഒരു ടൈപ്പ് ഓഫ് ആന്റിബയോട്ടിക് ആണ്. നമ്മൾ ബാക്ടീരിയൽ ഇൻഫെക്ഷന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് അത് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാണ് വരുന്നത്? ക്ലോറോക്സൈലിനോൾ ആണ് അല്ലെ. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആന്റി മൈക്രോബിയൽ ഡ്രഗ് ആയിട്ടാണ് അത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കട്ട്സ്, വൂൺസ് ഇതിനെയൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ടാണ് ക്ലോറോക്സൈലിനോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു കോമ്പൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ആ കോമ്പൗണ്ടിന്റെ IUPAC നെയിമിംഗ് ഞാൻ ആദ്യമേ പറയാം. ടെട്രാ അമീൻ ക്ലോറിഡോ നൈട്രിറ്റോ എൻ കൊബാൾട്ട് 3 ക്ലോറൈഡ് എന്നാണ് ഇതിന്റെ IUPAC നെയിം വരുന്നത്. അപ്പൊ ഈ ഒരു കോമ്പൗണ്ട് എക്സിബിറ്റ് ചെയ്യുന്ന ഐസോമറിസം ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ലിങ്കേജ് ഐസോമറിസം, അയോണൈസേഷൻ ഐസോമറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം. ഓപ്ഷൻ ബി ലിങ്കേജ് ഐസോമറിസം, ജോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് അയോണൈസേഷൻ ഐസോമറിസം. Option C ionization isomerism, geometrical isomerism and optical isomerism. Option D linkage isomerism, geometrical isomerism and optical isomerism. Option E optical isomerism, geometrical isomerism and ionization isomer. അപ്പൊ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന 3 ഐസോമേഴ്സ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അയണൈസേഷൻ ഐസോമേഴ്സിന്റെ കേസിൽ എന്താണ് സ്പെഷ്യാലിറ്റി വരുന്നത്? അവിടെ സെൻട്രൽ അയോണും ബാക്കിയുള്ള ലിഗാൻസും ഐഡന്റിക്കൽ ആയിരിക്കും. ഓക്കെ, ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ദേ ആർ ഐഡന്റിക്കൽ എക്സെപ്റ്റ് ഫോർ എ ലിഗാൻഡ് ഹാസ് ചേഞ്ച്ഡ് പ്ലേസസ് വിത്ത് ആൻ ആനയോൺ ഓർ ന്യൂട്രൽ മോളിക്യൂൾ ദാറ്റ് വാസ് ഒറിജിനലി ഔട്ട്സൈഡ് ദി കോർഡിനേഷൻ കോംപ്ലക്സ്. ഇനി ലിങ്കേജ് ഐസോമറിസത്തിന് വേറൊരു പേരാണ് ആംബിഡെന്റേറ്റ് ഐസോമറിസം, ആൻഡ് ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഐസോമറിസം ഇൻ വിച്ച് certain compounds have the same composition but different metal atoms connectivity to a ligand. ഇവർക്ക് സെയിം കോമ്പോസിഷൻ ആയിരിക്കും ഉള്ളത്, പക്ഷെ അവരുടെ ലിഗാൻഡിലേക്കുള്ള മെറ്റൽ ആറ്റത്തിന്റെ കണക്ടിവിറ്റി ഡിഫറെന്റ് ആയിരിക്കും. അതാണ് ലിങ്കേജ് ഐസോമറിസം വരുന്നത്. ഓക്കെ, ഇനി സിസ്-ട്രാൻസ് ഐസോമറിസം അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഐസോമറിസം എന്നും പറയും. അതിലെന്താണ് വരുന്നത്? ഒരു മോളിക്യൂളിൽ തന്നെ ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ആയിരിക്കും പോസിബിൾ ആയിട്ടുള്ളത്. അതാണ് സിസ്-ട്രാൻസ് ഐസോമറിസം വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ CONH3 4NO2 twice Cl and CONH3 4Cl NO2 NO2 ഇതെന്താണ്? അയണൈസേഷൻ ഐസോമറിസത്തിന്റെ എക്സാമ്പിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് ഇവിടെ രണ്ട് കാണിച്ചിരിക്കുന്നത് എന്താണ്? ലിങ്കേജ് ഐസോമറിസം ആണ്. ഓൾസോ ഈ ഒരു കോമ്പൗണ്ട് സിസ്-ട്രാൻസ് ഐസോമേഴ്സും എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അയണൈസേഷൻ, ലിങ്കേജ് ആൻഡ് സിസ്-ട്രാൻസ് ഓർ ജോമെട്രിക്കൽ ഐസോമറിസം ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. So option B is the correct answer here. Next question, find the correct combination about the following plots PQR for the variation of rate of reaction with time. Okay, അപ്പോൾ ഇവിടെ 3 plots നമുക്ക് കാണിച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് റിയാക്ഷൻ വിത്ത് ടൈമിന്റെ വേരിയേഷൻ ആണ് 3 പ്ലോട്ടിലും നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ Q equal to reversible, P equal to 0 order, R equal to irreversible reaction. Option B R equal to 0 order, P equal to 0 order, R equal to irreversible. Option C Q equal to irreversible, R equal to reversible, P equal to 0 order. Option D P equal to irreversible, Q equal to reversible, R equal to 0 order. Option E P equal to reversible, Q equal to 0 order, R equal to irreversible.
ഇവിടെ ഫസ്റ്റ് പ്ലോട്ട്, അതായത് പ്ലോട്ട് പിയുടെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ്, റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, പി എന്താണ്, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് നമുക്ക് പറയാം. ഓക്കെ, ഇനി ക്യൂവിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഡിക്രീസ് ചെയ്യുന്നു ആൻഡ് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താണ് ഇവിടെ, ഇൻക്രീസ് ആവാണ് ചെയ്യുന്നത് അല്ലെ. നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇവിടെ ഡിക്രീസ് ചെയ്യുന്നു ആൻഡ് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇവിടെ ഇൻക്രീസ് ആവുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെന്ന് നമുക്ക് പറയാം ക്യൂ. ഇനി നെക്സ്റ്റ് ആറിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ്, ഫസ്റ്റ് ഇനീഷ്യലി ആ ഒരു ടൈം എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ടാണ് റിമെയിൻ ചെയ്യുന്നത്. ഇനി റിയാക്ടന്റ് ഫുള്ളി കൺസ്യൂംഡ് ആവുന്ന സമയത്ത് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണ്, സീറോയിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു റേറ്റ് ഓഫ് റിയാക്ഷൻ ഇവിടെ എന്താണ് വരുന്നത്, സീറോ ഓർഡർ റിയാക്ഷൻ ആണ് ഇത് വരുന്നത്. ഓക്കെ, ആർ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ദാറ്റ് ഈസ് പി ഈക്വൽ ടു ഇറിവേഴ്സിബിൾ, ക്യൂ ഈക്വൽ ടു റിവേഴ്സിബിൾ ആൻഡ് ആർ ഈക്വൽ ടു സീറോ ഓർഡർ. സോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മുന്നത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the resistance of the cell containing the aqueous solution of NaCl at 20 degrees Celsius is 60 ohm. If the specific conductivity of this solution at 20 degrees Celsius is 0.04 ohm inverse centimeter inverse, what is the cell constant in centimeter inverse? അപ്പൊ സെൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്, റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ ഇൻറ്റു സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ആണ് റിലേഷൻഷിപ്പ് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 60 ohm into 0.04 ohm inverse centimeter inverse, which is equal to 2.4 centimeter inverse ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഓഫ് സെൽ കോൺസ്റ്റന്റ് വരുന്നത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എന്താണ്, ഓപ്ഷൻ ഇ ആണ് 2.4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ് കോളംസ് പി വിത്ത് ക്യൂ. പി സൈഡിലുള്ള എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഗ്രിഗ്നാർഡ് റിയേജൻ, സാൻമിയേഴ്സ് റിയാക്ഷൻ, കാനിസാരോ റിയാക്ഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ, വുഡ്സ് റിയാക്ഷൻ. അപ്പൊ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ക്യൂയിലുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഗ്രിഗ്നാർഡ് റിയേജന്റ് നോക്കുകയാണെങ്കിൽ ഇതെന്താണ്, ഒരു ഓർഗാനോ മഗ്നീഷ്യം ഹാലൈഡ് ആണ്, വിച്ച് ഈസ് ഓഫ് ദി ഫോർമുല RMgX. എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഏതൊരു ഹാലജനും ആവും, ആൻഡ് ആർ ഒന്നില്ലെങ്കിൽ ആൽക്കൽ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് ആവും, ആൻഡ് ഓൾസോ മഗ്നീഷ്യം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗ്രിഗ്നാർഡ് റിയേജന്റിനെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നത് ക്യൂയില് CH3Mg Br വെച്ചിട്ടാണ് അല്ലെ. ഇനി നെക്സ്റ്റ് സാൻമിയേഴ്സ് റിയാക്ഷൻ ആണ്. സാൻമിയേഴ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. നമ്മൾ മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത് അരൈൽ ഡയസോണിയം സോൾട്ടിൽ നിന്ന് അരൈൽ ഹാലൈഡ്സിനെ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു റിയാക്ഷന്റെ ടൈമിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് മെയിൻലി കോപ്പർ സോൾട്ട്സ് ആണ്, ലൈക്ക് ക്ലോറൈഡ്, ബ്രോമൈഡ് അല്ലെങ്കിൽ അയഡൈഡ് അയൺസ് ഒക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാൻമിയേഴ്സ് റിയാക്ഷന്റെ മാച്ചിങ് വരുന്നത് ഓപ്ഷൻ 3 ആണ്, ദാറ്റ് ഈസ് Cu1. ഇനി നെക്സ്റ്റ് കാനിസാരോ റിയാക്ഷൻ ആണ്. അവിടെ ഒരു നോൺ എനോളിസിബിൾ ആയിട്ടുള്ള ആൽഡിഹൈഡ് വിത്തിൻ ഇറ്റ് സെൽഫ് റിയാക്ട് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്ട്രോങ് ബേസസ് ലൈക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ്. അവിടെ ഫോം ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്, കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കാനിസാരോ റിയാക്ഷന്റെ റിയേജന്റ് വരുന്നത് ഏതാണ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ 5 ആണ് അല്ലെ. ഇനി നെക്സ്റ്റ് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഏതാണ്, ലൂവിസ് ആസിഡ് കാറ്റലിസ്റ്റ്, അലൂമിനിയം ക്ലോറൈഡ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, AlCl3 അല്ലെ. ഇനി നെക്സ്റ്റ് ഏതാണ്, വുഡ്സ് റിയാക്ഷൻ ആണ്. ഇതൊരു ഓർഗാനിക് കെമിക്കൽ കപ്ലിംഗ് റിയാക്ഷൻ ആണ്. ഇവിടെ എന്താണ് ആക്ച്വലി നടക്കുന്നത്, സോഡിയം മെറ്റൽ രണ്ട് ആൽക്കൈൽ ഹാലൈഡ്സുമായിട്ട് റിയാക്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ആൻഡ് ഫോംസ് ഹയർ ആൽക്കൈൻ കോമ്പൗണ്ട്സ്. ഓക്കെ, അപ്പൊ വുഡ്സ് റിയാക്ഷൻ മാച്ചിങ് വരുന്നത് ഏതാണ്, സോഡിയം മെറ്റൽ ആണ്, ഓപ്ഷൻ 2. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഇ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കോമ്പൗണ്ട് വിൽ നോട്ട് ടേക്ക് പാർട്ട് ഇൻ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ. നമുക്കിവിടെ 3 കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഏതാണ്, ബെൻസീൻ ആണ് തന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്, നൈട്രോ ബെൻസീൻ ഗ്രൂപ്പ് ആണ്. ദെൻ തേർഡ് മീഥൈൽ ബെൻസിൻ അല്ലെങ്കിൽ ടൊളുവിൻ ആണ്. അപ്പൊ ഇവിടെ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത് NO2 ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ട് ആണ്. ദാറ്റ് ഈസ് ഏതാണ് വരുന്നത്, നൈട്രോ ബെൻസീൻ അല്ലെ.
ഇതൊരു deactivating group ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് and hence it will not take part in Friedel-Crafts acylation. So option D, only 2 ആണ് ഇവിടെ correct answer. Next question, identify 1 and 2 in the following reaction. നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻ ഇതാണ്. CH3Br plus Mg in the presence of dry ether gives ഒരു കോമ്പൗണ്ട് 1. അപ്പൊ ഈ കോമ്പൗണ്ട് 1 എന്ന് പറയുന്നത് എന്താണ്? CH3MgBr ആണ്. ഓക്കെ, which is known as methyl magnesium bromide. And ഇതിനെ നമ്മൾ വീണ്ടും ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് with the help of H3O ന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? അസിറ്റിക് ആസിഡ് ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, CH3MgBr ആൻഡ് അസിറ്റിക് ആസിഡ്. സോ അപ്പൊ ഇതാണ് ഹോൾ റിയാക്ഷൻ ഓഫ് മെക്കാനിസം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ മേജർ പ്രൊഡക്റ്റ് ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻ? നമുക്കിവിടെ തന്നിരിക്കുന്ന റിയാക്ഷൻ ഇതാണ്. CH3CH2CH2 CH ഡബിൾ ബോണ്ട് CH2 plus HBr gives. ഓക്കെ, ഇവിടെ നമ്മൾ ആഡപ്പ് ചെയ്യുന്ന HBr ഈ ഒരു കോമ്പൗണ്ടിലേക്ക് തന്നെ ആഡപ്പ് ആവാണ് ഡയറക്ട്ലി ചെയ്യുന്നത്. ആൻഡ് Br ഇങ്ങോട്ടേക്കും ഇവിടുത്തെ H ഇങ്ങോട്ടേക്കുമാണ് വരുന്നത് ആൻഡ് ഡബിൾ ബോണ്ട് ഒരു സിംഗിൾ ബോണ്ട് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. ദാറ്റ് ഈസ് CH3 CH2 CH2 CH CH3 ആൻഡ് CHൽ നിന്നൊരു ബ്രാഞ്ച് ആയിട്ട് ബ്രോമിൻ വരുന്നു. സോ അപ്പോൾ ഇത്രയാണ് കീം കെമിസ്ട്രി പാർട്ടിൽ നിന്നുള്ള 2023 നിന്നുള്ള നമ്മുടെ ക്വസ്റ്റ്യൻസ്. താങ്ക് യു.